കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ GST സമ്പ്രദായം സൃഷ്ടിക്കുന്നത് ആശങ്കകൾ മാത്രമല്ല, നിരവധി പ്രത്യാഘാതങ്ങൾ കൂടിയാണ്. തുടക്കത്തിൽ സാധനവില കുറയ്ക്കുമെങ്കിലും പിന്നീട് വില കൂട്ടി വിൽക്കുന്ന പ്രവണതയുണ്ട്. ഇങ്ങനെ നികുതി ഇളവുകൾ വിലയിൽ പ്രതിഫലിക്കാതിരുന്നാൽ നടപടിയെടുക്കാൻ GST നിയമത്തിൽ വ്യവസ്ഥകളില്ല എന്നതാണ് വസ്തുത. സാമ്പത്തിക ഫെഡറലിസത്തെ ശക്തിപ്പെടുത്തും വിധമാണ് രാജ്യത്ത് GST പരിഷ്കരണം കൊണ്ടുവരേണ്ടത്. എന്നാൽ കേന്ദ്ര സർക്കാർ അത്തരമൊരു കാഴ്ചപ്പാടോടു കൂടിയാണോ ഈ പുതിയ പരിഷ്കരണം കൊണ്ടുവന്നത്? സെപ്റ്റംബർ 22 പ്രാബല്യത്തിൽ വന്ന ചരക്ക് സേവന നികുതിയിലൂടെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുകയും ഒപ്പം സുതാര്യത ഉറപ്പാക്കുകയും ചെയ്യുമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം. എന്നാൽ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ഘടനയെ അട്ടിമറിക്കുന്ന GST സമ്പ്രദായം വിചാരിക്കുന്നതിനേക്കാളും വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്നതാണ് വസ്തുത. തുടക്കത്തിൽ ഉൽപ്പന്നങ്ങൾ വില കുറച്ചു കാണിക്കുമെങ്കിലും 3-4 മാസം പിന്നിടുമ്പോൾ വില കൂട്ടി വിൽക്കുന്നതാണ് കോർപ്പറേറ്റ് രീതിയെന്ന് സാമ്പത്തിക വിദഗ്ധൻ ജോർജ് ജോസഫ് ചൂണ്ടിക്കാണിക്കുന്നു. വലിയ തോതിൽ സാധനങ്ങളുടെ വില കുറയാൻ പോകുന്നു, പലതിൻ്റെയും നികുതി 0 കുറയുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചരണം. വാസ്തവത്തിൽ ഇത് കുറച്ച് കാലത്തേക്ക്, ഒരുപക്ഷെ 1-2 അല്ലെങ്കിൽ 3 മാസത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു വിലയിടിവ് ചിലപ്പോൾ അല്പസ്വല്പം ചില കാര്യങ്ങളുടെ കാര്യത്തിൽ കാണാൻ കഴിയും. പക്ഷേ കമ്പനികൾ, ഇന്ത്യയിലെ കോർപ്പറേറ്റ് കമ്പനികൾ ഒരു നികുതി ഇളവും ഒരു തരത്തിലുള്ള വിലക്കുറവും ഉപഭോക്താക്കൾക്ക് കൈമാറാറില്ല എന്നുള്ളത് 1990-ക്ക് ശേഷം, പ്രത്യേകിച്ച് 2000-ന് ശേഷം നമ്മൾ കണ്ടുവരുന്നതാണ്. പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ സ്റ്റോക്കുള്ള ചില സാധനങ്ങൾ വില കുറച്ച് വിൽക്കുന്നു എന്നതിൽ കഴിഞ്ഞാൽ അടുത്ത സ്റ്റോക്ക് വരുമ്പോൾ അവർ ചെയ്യുന്നത് ആ സാധനത്തിൻ്റെ വില വർദ്ധിപ്പിക്കുകയാണ്. ഇവിടെ ശരിക്കും ആ അർത്ഥത്തിൽ ഉപഭോക്താവിനെ, സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സമീപനത്തിലേക്ക് പോവുകയാണ്. നികുതി കുറയുമ്പോൾ വില കുറയുന്നു എന്ന് ഉറപ്പാക്കാനുള്ള ഒരു നിയമ സംവിധാനവും ഇല്ല എന്നതാണ് മറ്റൊരു അപകടം. ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യം വൻകിടക്കാർ തന്നെ കൈപ്പറ്റിയാലും അതിൽ പരാതിപ്പെടാൻ സാധാരണക്കാർക്ക് കഴിയില്ല. ഇതിലൂടെ കോർപ്പറേറ്റുകൾക്ക് കൊള്ളയടിക്കാനുള്ള വഴിയാണ് കേന്ദ്ര സർക്കാർ ഒരുക്കുന്നത്. 2017 GST നടപ്പാക്കുന്ന ഘട്ടത്തിൽ ആ GST നികുതി നിയമത്തിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യം, ഇത്തരത്തിലുള്ള ഈ നികുതി ഇളവുകളും വിലക്കുറവും ജനങ്ങളിലേക്ക് പാസ് ഓൺ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അമിത ലാഭം എടുക്കുന്നതിനെതിരായിട്ടുള്ളൊരു കമ്മീഷൻ, ആൻറ്റി പ്രോഫിറ്റിയറിംഗ് കമ്മീഷൻ എന്ന് പറയുന്നൊരു സംവിധാനം രൂപീകരിക്കണമെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 2025 ഏപ്രിൽ മാസം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ യാതൊരു പ്രവർത്തനവും ഇല്ല. അത്തരത്തിൽ ഇനി പരാതി സ്വീകരിക്കേണ്ട എന്ന് തന്നെയാണ് അവരുടെ വെബ്സൈറ്റിൽ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ വിലക്കുറവ് ഉണ്ടായില്ലേ നമുക്ക് പരാതിപ്പെടാൻ കഴിയുന്ന ഒരു സംവിധാനം ഈ രാജ്യത്ത് നിലവിലില്ല എന്നുള്ളതാണ് വസ്തുത. നോട്ട് നിരോധനം പോലെയാകും GST പരിഷ്കരണം എന്നാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഉയരുന്ന പ്രധാന വിമർശനം. സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടമാണ് അതിന് കാരണം. 2 ലക്ഷം കോടി രൂപയുടെ വരുമാന നഷ്ടമാണ് സംസ്ഥാനങ്ങൾക്കുണ്ടാകാൻ പോകുന്നത്. കേരളത്തിന് 20% നികുതി വരുമാനത്തിൽ കുറവ് വന്നേക്കുമെന്നാണ് കണക്കുകൂട്ടൽ. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ GST പരിഷ്കരണം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതല്ല. രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യർക്കും സംസ്ഥാനങ്ങൾക്കും ഉണ്ടാക്കുന്ന നഷ്ടങ്ങളും ആശങ്കകളും എങ്ങനെ പരിഹരിക്കുമെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ക്യാമറമാൻ അഖിൽ ഷായോടൊപ്പം അർച്ചന വിനോദ്, കൈരളി ന്യൂസ്, കൊച്ചി.